ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ മൂന്നാമതും അംഗത്തിനിറങ്ങാൻ CPIM നേതാവ് എം മണി 2 ടേം നിബന്ധനയിൽ എം മണിക്ക് ഇളവ് ലഭിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ എം മണി മത്സരിക്കണം എന്നാണ് ആവശ്യം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, നമുക്കറിയാം എം മണി കഴിഞ്ഞ തവണ ഏതാണ്ട് 40,000-നടുത്ത ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിന് വിജയിച്ച എം മണിയെ ഇക്കുറിയും കൈവിടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിക്കഴിഞ്ഞോ? ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുക, അത് മറ്റ് ഇടങ്ങളിൽ കൂടി LDF ഗുണം ചെയ്യും എന്നൊക്കെയുള്ളതാണോ പാർട്ടിയുടെ വിലയിരുത്തൽ? അനുജ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എം മണി മത്സരിച്ചു കഴിഞ്ഞാൽ ഉടുമ്പൻചോലയിൽ മാത്രമല്ല, പീരുമേട്ടിലും ദേവികുളത്തും ഇടുക്കിയിലും ഉൾപ്പെടെ ഹൈറേഞ്ചിലെ ഇടുക്കിയിലെ 4 മണ്ഡലങ്ങളിൽ അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് LDFന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് എം മണി തന്നെ ഉടുമ്പൻചോലയിൽ 3ാം തവണയും മത്സരിക്കണം, ടേം വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ എം മണിക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് പ്രതിസന്ധികളോ മത്സരിക്കുന്നതിൽ ഇല്ല, തടസ്സങ്ങളില്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം, ജില്ലാ നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ ദിവസം ചില പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു. എം മണിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല. മാത്രമല്ല എം മണിയുടെ മകൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്, വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPMന്റെ ജില്ലാ കമ്മിറ്റി തന്നെ ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എം മണിക്കില്ല, മണ്ഡലത്തിൽ സജീവമായിട്ട് തന്നെയുണ്ട്. ഒരു ദിവസം 15 പരിപാടിയിലെങ്കിലും എം മണി പങ്കെടുക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പത്രക്കുറിപ്പ് വരികയും ചെയ്തത്. മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം എം മണി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് എം മണിയെ വീണ്ടും അവിടെ മത്സരിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം ജില്ലാ നേതൃത്വത്തിനുണ്ട്. ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം വന്നാൽ മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം എം മണി മത്സരിച്ചു കഴിഞ്ഞാൽ മറ്റു മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടുക്കി ജില്ലയിൽ ആകമാനം LDFന് ഉണ്ടായി, പ്രത്യേകിച്ച് CPMനുണ്ടായി. CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഉടുമ്പൻചോലയിലടക്കം 10 പഞ്ചായത്തുകൾ LDF ഭരിച്ചിരുന്നതാണ്. അവിടെ 5 പഞ്ചായത്തിലേക്ക് ചുരുങ്ങിയിരുന്നു. അപ്പോഴും ആശ്വാസമായി നിന്നിരുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഉടുമ്പൻചോല മണ്ഡലത്തിൽപ്പെട്ട 3 ഡിവിഷനുകൾ നിലനിർത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസവും അതുപോലെ തന്നെ എം മണിയെ പോലെ മുതിർന്ന ഒരു നേതാവിന്റെ മുഖം കാട്ടി പ്രചരണം നടത്തുകയാണെങ്കിൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു തോന്നൽ കൂടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എം മണി തന്നെ 3ാം തവണയും മത്സരിക്കട്ടെ എന്നൊരു നിബന്ധനയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് വരാനുള്ള സാധ്യതയുണ്ട്. എം മണിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകാനാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സാധ്യതയായി മനസ്സിലാകുന്നതും. അനുജ, എം മണി 3ാം അംഗത്തിന് ഇറങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ലഭിക്കുകയാണ്. അന്തിമ തീരുമാനം സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളും. പക്ഷേ എം മണി മത്സരിക്കുന്നത് മറ്റ് ഇടങ്ങളിൽ കൂടി ഗുണം ചെയ്യും പാർട്ടിക്ക് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് രാഹുൽ വിജയൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.